ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദീപക് മല്ലുലോകർ. അപ്പോൾ ഞാനിന്നൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ വ്ളോഗാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരാഴ്ചയിൽ അധികം OTT റിലീസുകൾ ചിത്രങ്ങളില്ല. ഉള്ള ചിത്രങ്ങളാണെങ്കിൽ അന്യഭാഷ ചിത്രങ്ങളാണ് ഈ ഒരാഴ്ചയിൽ OTT റിലീസിന് എത്തുന്നത്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചെറിയ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബ്രൊമാൻസ് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അർജുൻ അശോകൻ, മഹിമ നമ്പ്യാർ, സംഗീത് പ്രതാപ്, അതുപോലെ തന്നെ കലാഭവൻ ഷാജോൺ, ബിനു പപ്പു എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു അഡ്വഞ്ചർ കോമഡി ഡ്രാമ വിധത്തിലെടുത്താകുന്ന ചിത്രമായിരുന്നു ബ്രൊമാൻസ് എന്ന് പറയുന്നത്. ചിത്രം ഇപ്പോൾ സോണി ലീവിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സോണി ലീവിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം സോണി ലീവിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വടക്കൻ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ കിഷോർ കുമാർ, ശ്രുതി മേനോൻ, അതുപോലെ തന്നെ മെറിൻ ഫിലിപ്പ്, നമ്മുടെ കമലേഷ് രാമാനന്ദ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സൂപ്പർ നാച്ചുറൽ ത്രില്ലർ കാറ്റഗറിയിലോട്ട് തന്ന ചിത്രമായിരുന്നു വടക്കൻ എന്ന് പറയുന്നത്. ഈ ചിത്രം ഇപ്പോൾ ഇന്ത്യക്ക് പുറത്ത് ഔട്ട്സൈഡ് ഇന്ത്യയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കേണ്ട ആമസോൺ പ്രൈമിലൂടെ ചിത്രം ഈ വരുന്ന മെയ് മാസം 2-ാം തീയതി നമുക്ക് ആമസോൺ പ്രൈമിലൂടെ ഇന്ത്യയിലൂടെയും സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചിത്രം മെയ് മാസം 2-ാം തീയതി ചിത്രം ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഔസേപ്പിന്റെ ഓസിയത്ത് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിജയരാഘവൻ, ദിലീഷ് പോത്തൻ, ലെന, ഷാജോൻ, അതുപോലെ തന്നെ ഹേമന്ത് മേനോൻ, കനി കുസൃതി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഫാമിലി ഡ്രാമ വിധത്തിലൂടെ താമസ ചിത്രമാണ് ഔസേപ്പിന്റെ ഓസിയത്ത് എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്ററിലൈസ് ചെയ്ത തിയേറ്ററിൽ കുഴപ്പമില്ല അതൊരു വിജയമൊക്കെ നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ ആമസോൺ പ്രൈമാണ്. ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം ആമസോൺ പ്രൈമിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. EMI എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സദാശിവം ചിന്നരാജ, അതുപോലെ തന്നെ കറുപ്പ് പാണ്ടി, സായി ധന്യ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഫാമിലി ഡ്രാമ വിധത്തിലൂടെ താമസ ചിത്രമാണ് EMI എന്ന് പറയുന്നത്. ചിത്രം ഇപ്പോൾ ടെൻഡാക്കോട്ടയിലൂടെ തമിഴ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ള ചിത്രം നമുക്ക് ടെൻഡാക്കോട്ടയിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഓം ബീൻ ബുഷ് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ശ്രീ വിഷ്ണു, പ്രിയദർശിനി പുലിക്കൊണ്ട, അതുപോലെ തന്നെ രാഹുൽ രാമകൃഷ്ണ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താകുന്ന ഒരു ചിത്രമായിരുന്നു ഓം ബീം ബുഷ് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് നേരത്തെ തന്നെ ആമസോൺ പ്രൈമിൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിൻ്റെ ഇപ്പോൾ തെലുങ്ക്, തമിഴ്, മലയാളം പതിപ്പ് ഈ വരുന്ന മെയ് മാസം 2-ാം തീയതി സിംപ്ലി സൗത്തിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഹണ്ട് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഭാവന, അതുപോലെ തന്നെ ചന്തുനാഥ്, അനുമോഹൻ, അതിഥി രവി, അതുപോലെ തന്നെ രഞ്ജി പണിക്കർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ഷാജി കൈലാസ് സംവിധാനിച്ചിട്ടുള്ള ഒരു മിസ്റ്ററി ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു ഹണ്ട് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള, അതായത് നമ്മുടെ ഭാവന ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാളത്തേക്ക് തിരിച്ചു വന്നിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു ഹണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് മനോരമാക്സ് ആണ്. ചിത്രം ഈ വരുന്ന മെയ് മാസം 9-ാം തീയതി മനോരമാക്സിലൂടെയും അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പറന്ന് ചെല്ലാൻ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ, അതുപോലെ തന്നെ ഉണ്ണി ലാലു എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ തന്നൊരു ചിത്രമായിരുന്നു പറന്ന് ചെല്ലാൻ എന്ന് പറയുന്ന. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് മനോരമാക്സും അതുപോലെ തന്നെ ആമസോൺ പ്രൈമാണ്. മനോരമാക്സിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തിറങ്ങിയിട്ടുണ്ട്. മേ ബി ചിത്രം ഈ വരുന്ന മെയ് മാസം 10-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ അല്ലെങ്കിൽ മനോരമാക്സിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ സിംപ്ലി സൗത്തിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സിക്കന്ദർ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സൽമാൻ ഖാൻ, അതുപോലെ തന്നെ രശ്മിക മന്ദാന, കാജൽ അഗ്രവാൾ, അതുപോലെ തന്നെ സത്യരാജ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ഡ്രാമ വിധത്തിലെടുത്താകുന്ന ചിത്രമായിരുന്നു സിക്കന്ദർ എന്ന് പറയുന്നത്. ഏത് പ്രീമിയറായിട്ട് തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുള്ള ചിത്രമായിരുന്നു സിക്കന്ദർ എന്ന് പറയുന്നത്. തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് നോക്കിയുള്ള നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഈ വരുന്ന മെയ് മാസം 8-ാം തീയതി അല്ലെങ്കിൽ 9-ാം തീയതി
രാത്രി 8 അല്ലെങ്കിൽ 9 ഈ ചിത്രം നമ്മുടെ നെറ്റ്ഫ്ലിക്സിലൂടെ പാൻ ഇന്ത്യ ഭാഷയിൽ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTTസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മരണമാസ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ബേസിൽ ജോസഫ്, സുരേഷ് കൃഷ്ണ, അതുപോലെ തന്നെ സിജു വിൽസൺ, രാജേഷ് മാധവ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഡാർക്ക് ഹോമർ കാറ്റഗറിയിൽ എടുത്ത ചിത്രമായിരുന്നു മരണമാസ് എന്ന് പറയുന്നത്. തിയേറ്ററിൽ നല്ല മൗത്ത് പബ്ലിസിറ്റിക്കും അതുപോലെ തന്നെ പ്രൊമോഷൻ കൊണ്ട് സക്സസ് ആയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു മരണമാസ് എന്ന് പറയുന്നത്. ചിത്രം കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. അത്രയും ബോർവാടാണ്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ള സോണി ലീവാണ്. ഈ വരുന്ന മെയ് മാസം ലാസ്റ്റ് വീക്കോട് കൂടിയിട്ട് സോണി ലീവിലൂടെ ചിത്രം പാൻ ഇന്ത്യ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTTസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഉണ്ണി മോഹൻദാൻ, അതുപോലെ തന്നെ നിഖില വിമൽ, ചെമ്പ വിനോദ് ജോസ്, അതുപോലെ തന്നെ ജോണി ആൻ്റണി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ വിധത്തിലൂടെ താൻ ചിത്രമായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്നത്. മാർക്കോയ്ക്ക് ശേഷം തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ള ഒരു ഉണ്ണിമുന്തൻ ചിത്രമായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്നത്. തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് മനോരമാക്സ്, സിംപ്ലി സൗത്ത്, ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന മെയ് മാസം 16-ാം തീയതി ആമസോൺ പ്രൈമിലൂടെയും സിംപ്ലി സൗത്തിലൂടെയും മനോരമാക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTTസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. അഭിലാഷം എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സൈജു കുറുപ്പ്, അർജുൻ അശോകൻ, തൻവീർ റാം എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ വിധത്തിലൂടെ താവുന്ന ഒരു ചിത്രമായിരുന്നു അഭിലാഷം എന്ന് പറയുന്നത്. തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് ആമസോൺ പ്രൈം, അതുപോലെ മനോരമാക്സ് ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യുന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ഒന്നും പുറത്തു വന്നിട്ടില്ല. മേ ബി മനോരമാക്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു കൊച്ചു ചിത്രത്തിൻ്റെ OTTസിന് വേണ്ടിയിട്ട്. ഇനി അവസാനമായിട്ടൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. തുടരും എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മോഹൻലാൽ, മണിയമ്പിള്ള രാജു, ശോഭന, ബിനു പപ്പു, ഇർഷാദ് അലി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് തരുൺ മൂർത്തി സംവിധാനം ചെയ്തിട്ടുള്ള ഒരു മലയാളം മൂവിയായിരുന്നു തുടരും എന്ന് പറയുന്നത്. ഏകദേശം 6 ദിവസം കൊണ്ട് 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുള്ള ഒരു മിസ്റ്ററി ത്രില്ലർ കാറ്റഗറിയിൽ എടുത്ത ചിത്രമായിരുന്നു തുടരും എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ഒന്നും പുറത്തു വന്നിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT